ഒരു കാര്യം ഓർത്തോളുക, എന്ത് തന്നെ നടന്നാലും എല്ലാം ആ മഹാദേവന്റെ അറിവോടെ ആയിരിക്കും. മഹാദേവൻ ഒരു കാര്യം തീരുമാനിച്ചാൽ അതനുസരിക്കുക മാത്രമാണ് എന്റെ മുന്നിലുള്ള മാർഗം. മറ്റൊരു മാർഗവും ഞാൻ സ്വീകരിച്ചിട്ടില്ല. മഹാദേവന്റെ തീരുമാനമാണ് അങ്ങയുടെ നാവിൽ നിന്ന് മുതിരുന്നതെങ്കിൽ അത് സന്തോഷത്തോടെ ഞാൻ സ്വീകരിക്കും. പക്ഷെ അങ്ങയുടെ ആ വാക്കുകളെ മാറ്റി പറയിപ്പിക്കുവാൻ ശ്രമിക്കുന്നുണ്ട്. എനിക്കറിയാം ഗുരുക്കളെ, ഒരു ചോര കുഞ്ഞ് ഈ ഭൂമിയിൽ കാലുകുത്തുന്നതിന് മുൻപ് അതിന് അന്ത്യവിധി എഴുതാൻ പോവാ. സത്യം മാത്രം പറയുന്ന അങ്ങയുടെ നാവ് എന്ത് കാരണത്തിന്റെ പേരില കള്ളം പറയാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. ഗുരുക്കളെ, അങ്ങ് പറയാൻ പോകുന്ന ആ വാക്കുകൾ ഒരു കുഞ്ഞിന്റെ ജീവനുമായിട്ട് മാത്രം ബന്ധപ്പെട്ടതല്ല എന്ന് ഓർക്കണം. 3 പേരുടെ ജീവന അത്. വൈദേഹി, കാര്യസിദ്ധിയും സങ്കല്പസിദ്ധിയും ഒരുപോലെ വിശ്വസിച്ചു വേണം നീ ഓരോ ചൂടും മുന്നോട്ട് വയ്ക്കാൻ. എന്റെ നാവിൽ നിന്നും എന്ത് പുറത്തു വന്നാലും നിന്റെ കുഞ്ഞിനെ ഒരിക്കലും ബലിയടാക്കരുത്. എനിക്കിത് മാത്രമേ പറയാനുള്ളൂ. ആ മഹാദേവന്റെ ലീലകൾക്ക് മുന്നിൽ നമ്മൾ വെറും പാവകൾ മാത്രമാണ്. എന്നോട് ക്ഷമിക്കുക. നിന്റെ ഭർത്താവിന്റെ ലക്ഷ്യം ഫലപ്രാപ്തിയിലെത്താൻ ആ മഹാദേവനോട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഓം നമഃ ശിവായ. ഹലോ ദേവ, കഴിഞ്ഞ അരമണിക്കൂറിൽ ആ നമ്പറിൽ ഒരു കോളേ വന്നിട്ടുള്ളൂ. ആ നമ്പർ ഞാൻ അയക്കാം, നോക്കിക്കും. ഓക്കെ സാർ, വളരെ നന്ദി. ശരി. ഇത് ഉറപ്പായും ആ ചന്ദ്രികയുടെ നമ്പർ ആയിരിക്കാനാ സാധ്യത. എവിടെയാണെന്ന് കണ്ടുപിടിക്കണമല്ലോ. എക്സ്ക്യൂസ് മീ, ഒരു അർജന്റ് ആവശ്യത്തിനാ. ഫോണും തരുമോ? ഇതാ സാറേ. ഹലോ ഹലോ മാഡം, ഞങ്ങൾ വിഷുക്കൈ നീട്ടിത്തിന്നാ വിളിക്കുന്നേ. വിഷുക്കൈ നീട്ടവോ? അതെ മാഡം, ഞങ്ങളുടെ പുതിയ ഹോട്ടലിന്റെ പേരാ. ഒരു ഓർഡർ കിട്ടിയായിരുന്നല്ലോ. ഞാനൊന്നും ഓർഡർ ചെയ്തിട്ടില്ലല്ലോ. ആരാ നിങ്ങള്? നിങ്ങളല്ല മാഡം, ഈ നമ്പറിലേക്ക് വിളിക്കാനാ പറഞ്ഞേ. ഡെലിവറി ചെയ്യാൻ പറഞ്ഞ് വരണമെന്ന് പറഞ്ഞ ആള് നമ്പർ തന്ന് ഏൽപ്പിച്ചതാ. വിഷു സ്പെഷ്യലാണ് മാഡം, കുറച്ച് വലിയ കാരിയറാ. അഡ്രസ് ഒന്ന് പറയായിരുന്നെങ്കിൽ ഡെലിവറി ചെയ്തേക്കായിരുന്നു. വിഷു ആഘോഷിക്കാൻ വേണ്ടി വരുണായിരിക്കും. പുതിയ ഹോട്ടലിൽ നിന്ന് സദ്യ ഓർഡർ ചെയ്തിരിക്കായിരിക്കും. ഹലോ, നിങ്ങളെ മൊറാർജി റോഡിൽ കൂടെ നേരെ മുമ്പോട്ട് വന്ന 2ാമത്തെ റൈറ്റിൽ ഒരു ചെറിയ ഇടവഴിയുണ്ട്. അവിടുന്ന് നേരെ വരുന്നത് ഇവിടേക്കാ. വന്നിട്ട് ഡോർബെൽ അടിക്ക്, തുറന്നോളാം. താങ്ക് യു മാഡം. ഇനി ഈ നമ്പറിൽ നിന്ന് വിളിച്ചാൽ ഫോൺ എടുക്കാതിരുന്നാ മതിയേ. ഓക്കെ സാർ. താങ്ക് യു സോ മച്ച്. എനിക്കിപ്പോ വേണ്ടത് ആ കുടുംബത്തിന്റെ തകർച്ചയാ. അത് സംഭവിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാ തുറന്ന് ഭാവി പ്രവചനം നടത്തരുത്. ഞാൻ നിങ്ങളെ ഒന്നും ചെയ്യില്ല, ശരീരത്തൊരു പോറൽ പോലും ഉണ്ടാക്കില്ല. എന്താ ചെയ്യണ്ടേന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കും.
വൈദേഹിയുടെ വയറ്റിൽ കിടക്കുന്ന പിണ്ടത്തിനു വേണ്ടി നിങ്ങളുടെ ശിഷ്യന്മാരുടെ ജീവൻ ബലി കൊടുക്കണോ? എന്റെ മഹാദേവ, എന്ത് വന്നാലും രാജഗുരുവിന്റെ നാവിൽ നിന്നും സത്യം മാത്രമേ പുറത്തു വരാൻ പാടുള്ളൂ. നമസ്കാരം ഗുരുക്കളെ. രാജഗുരുക്കളെ, അങ്ങയുടെ ഭാവി പ്രവചനം കേൾക്കാൻ വേണ്ടി എല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തു നിൽക്കുവാണ്. പെട്ടെന്ന് പറഞ്ഞാട്ടെ. എപ്പ എന്ത് പറയണോന്നൊക്കെ ഗുരുക്കൾക്ക് നന്നായിട്ട് അറിയാം. അധിക പ്രസംഗം കാണിക്കാതെ മിണ്ടാതെ നിന്നോ. അവരുടെ കാര്യം അറിയാൻ വേണ്ടിയുള്ള തിരക്കാണ് എന്തോമ്മേ. തിരക്കെന്തിനാ വരുൺ? അറിഞ്ഞോണ്ട് ചെയ്തതും അറിയാതെ ചെയ്തതും എല്ലാം പുറത്തു വന്നോളും. അതിനല്ലേ ഗുരുക്കൾ വന്നേക്കുന്നേ. എന്ത് കുന്തം പറയുന്ന? അയാളുടെ സൗകര്യത്തിന് വല്ലതും പറയാനല്ല അയാൾ ഇങ്ങോട്ട് വന്നേക്കുന്നേ. ഞങ്ങൾ എഴുതി കൊടുത്തത് അതേപടി പറയാനാ. ഈ വീട്ടിൽ എപ്പ എന്ത് നടക്കൂന്നുള്ള പേടി കാരണം ഗുരുക്കളുടെ നാവിന്ന് നല്ലത് വല്ലതും കേൾക്കാൻ പറ്റുമെന്നുള്ള ആഗ്രഹം കൊണ്ടല്ലേ. അതിന്റെ ഇടയ്ക്ക് നിങ്ങളെന്തിനാ വേറെന്തെങ്കിലുമൊക്കെ ചിന്തിച്ചു കൂട്ടുന്നേ? ആ ഗുരുക്കളെ, അങ്ങ് എന്താണെന്ന് വെച്ചാ പറഞ്ഞോളൂ. നിന്റെ സൗകര്യങ്ങൾക്കല്ല ഗുരുക്കളുടെ തീരുമാനങ്ങൾ. ഈ വീടിന്റെ നല്ലതിനു വേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടതായിട്ടുള്ളതെന്ന് അദ്ദേഹം ഉറപ്പായും പറയും. അത് തന്നെയല്ലേ ഞങ്ങൾ ചോദിക്കുന്നത് അമ്മേ. അമ്മ ഇവിടെയുള്ള എവിടെയാണ്? എനിക്കെന്താ? എനിക്ക് കണ്ണു കാണാൻ കഴിയില്ലല്ലോ. എന്തുകൊണ്ട് ഇതെല്ലാം ഇങ്ങനെ മാറി മറിഞ്ഞു? വീണ്ടും എനിക്ക് കാഴ്ച തിരിച്ചു കിട്ടൂ. എല്ലാം ഒന്ന് പറ ഗുരുക്കളെ. അതിന് ഗുരുക്കൾ എന്തിനാ? ഞാൻ തന്നെ പറയാലോ. നീ എന്ന് സത്യത്തെ സത്യമായി കാണുന്നോ അന്നേ നിന്റെ കാഴ്ച തിരിച്ചു കിട്ടൂ. ഇത് കേട്ടാ ഞാൻ തെറ്റു മാത്രം ചെയ്യുന്ന പാപിയാന്ന് തോന്നുമല്ലോ. എന്തുകൊണ്ട് ഈ വീട്ടിൽ മാത്രം ഇങ്ങനെയൊക്കെ നടക്കുന്നു ഗുരുക്കൾ തന്നെ പറയട്ടെ. അപ്പൊ എല്ലാവർക്കും മനസ്സിലായിക്കോളൂ. ഒന്ന് പെട്ടെന്ന് പറ ഗുരുക്കളെ. ഗുരുക്കളും ഇപ്പുറത്താ. എന്താ നിങ്ങളുടെ എല്ലാം തിരക്കെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താ ഇവിടെ പ്രശ്നം? എന്റെ കുഞ്ഞിന്റെ ജീവൻ ബലി കഴിക്കാനുള്ള ആവേശം. അത് ഗുരുക്കളുടെ നാവിൽ നിന്നും കേൾക്കാൻ ഇവര് കാത്തിരിക്കുക അമ്മേ. അതല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും കേൾക്കേണ്ടത്? എന്തായാലും ആ ദൈവത്തിന്റെ തീരുമാനം മനുഷ്യർക്കറിയില്ലല്ലോ. അതിനെ കടന്ന് ഒരാൾക്കും ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇതേ ഇപ്പൊ നന്നായി. രാജഗുരുക്കളെ കൊണ്ട് ഞങ്ങളാണ് പറയിപ്പിക്കുന്നെന്ന് പറയാത്ത നന്നായി. അദ്ദേഹത്തിന്റെ വാക്കാണ് ഈ വീട്ടിലെ വേദവാക്ക്. അതെല്ലാവരും അനുസരിച്ചോണം. മതി, നിർത്തിക്കേ. ഗുരുക്കളുടെ മുന്നിൽ വെച്ച് എന്തിനാ ഈ വാദപ്രതിവാദങ്ങള്? മാപ്പാക്കണം ഗുരുക്കളെ. എന്റെ മകൻ നാട് നീങ്ങിയ ശേഷം കുടുംബത്തിലാകെ ഒന്നിനും ഒരു നിയന്ത്രണമില്ലാത്ത അവസ്ഥയാ. ആ സമയത്ത് അങ്ങ് ഇവിടെ ഇല്ലായിരുന്നു, ഹിമാലയത്തിലായിരുന്നു. ഭാഗ്യം കൊണ്ടാ അങ്ങേക്ക് ഇന്നിവിടെ വരാൻ തോന്നിയത്. എല്ലാം ഈശ്വരേച്ഛ. നമ്മളെല്ലാവരും ഒരു നിമിത്തം മാത്രമാണ്. ഞാൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും പറയുന്ന ഓരോ വാക്കും നിന്റെ നിർദ്ദേശം മാത്രമായിരിക്കണം. അസത്യം പറയില്ല എന്ന തീരുമാനത്തോടെ തുടങ്ങുകയാണ്. ഹലോ മാഡം. അവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഏയ്, ഒരു കുഴപ്പമില്ല മാഡം. ഇപ്പോഴും ബോധം തെളിഞ്ഞിട്ടൊന്നുമില്ല. ശരി. വരുൺ വിഷുവിന് എന്തോ സദ്യ അയക്കുന്നുണ്ട്. വരുമ്പോ പറയാം, വന്ന് കഴിച്ചിട്ട് പോയിക്കോ. ഓക്കെ മാഡം. മാഡം, മാഡം, ആരാത്? ഫുഡ് ഡെലിവറി ചെയ്യാൻ വന്നതാ. വിഷു കൈ നീട്ടത്തിന്ന്. അത് ശരി, പെട്ടെന്ന് ഇങ്ങ് എത്തിയല്ലോ. സ്പെഷ്യൽ ഫുഡാ മാഡം. ആ വരുന്നു, നിക്കേ.
ദേവനോ? എന്തേ തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ? എന്താടാ, ജയിച്ചു എന്നായിരിക്കും നിന്റെ വിചാരം? ഗുരുക്കളുടെ ശിഷ്യന്മാരെവിടെയാണ്? ഗുരുക്കളുടെ ശിഷ്യന്മാരെവിടെയാന്നാ ചോദിച്ചേ? അവരുണ്ടാവേണ്ടിടത്ത് സുരക്ഷിതരായി ഇരിക്കുന്നു. നിന്റെ കുഞ്ഞിന്റെ മരണശാസനം രാജഗുരുക്കള് വിധിച്ച ശേഷം ഞാൻ പറയാം. അപ്പൊ അവന്മാരെ ഞാൻ അഴിച്ചുവിടാം. അതുവരെ നീ ജീവനോടെ ഉണ്ടായിട്ട് വേണ്ടേ? നിന്നോടിങ്ങനെ ഓരോ തവണയും ക്ഷമിക്കുന്നതാ ഞാൻ കാണിക്കുന്ന ഏറ്റവും വലിയ തെറ്റ്. ഇനി അത് പ്രതീക്ഷിക്കണ്ട. എത്ര വട്ടം മരണത്തിന്റെ വാതുക്കലെത്തിയതാ. അതുകൊണ്ട് മരണത്തോട് വലിയ പേടിയൊന്നുമില്ല ദേവ. നിന്റെ കുടുംബത്തെയും നിന്നെയും നാമാവശേഷമാക്കുന്നതിനേക്കാൾ മറ്റൊന്നും എനിക്ക് വലുതല്ല. അതിനെന്തായാലും ഇന്ന് തുടക്കം കുറിക്കും. കൊട്ടാരം വീട്ടിൽ നിന്റെ കുഞ്ഞിനെ കുറിച്ച് രാജഗുരുക്കളും ഞാൻ പറയാൻ പറഞ്ഞത് മാത്രമേ പറയൂ. നിന്റെ കുഞ്ഞ് ആ വീടിന്റെ വരദാനമല്ല, ശാപമാണെന്ന്. ആ കുഞ്ഞ് ജീവനോടെ ഉണ്ടെങ്കിൽ ആ കുടുംബത്തിലെ ഓരോരുത്തർക്കും ദുർമരണം സംഭവിക്കുമെന്ന്. ഈ കുടുംബത്തിന്റെ വേര് പോലും അവശേഷിക്കില്ലാന്ന്. ഹോ, അങ്ങനെ അങ്ങ് ആവേശം കാണിക്കില്ലേ? അവിടെ രാജഗുരുക്കള് പറയാൻ പോകുന്ന കാര്യങ്ങൾ ഇനിയും ഒരുപാടുണ്ട്. അതെല്ലാം ഒന്ന് കഴിയട്ടെ. അപ്പോ രാജഗുരുക്കൾ പറയുന്ന ഓരോ വാക്കും നീ പറയിപ്പിക്കുന്നതാണെന്ന് തെളിയിക്കാൻ വേണ്ടി എനിക്കൊത്തിരി സമയമൊന്നും വേണ്ട. നിമിഷ നേരം മാത്രം മതി. അതറിയാം. നിന്നെ കുറിച്ചും എനിക്കറിയാം. നിന്റെ ഭാര്യ വൈദേഹിയെ കുറിച്ചും അറിയാം. എന്റെ പദ്ധതികൾക്ക് എപ്പോഴും ഇടംകോലിടുന്നത് നിങ്ങൾ രണ്ടുമാ. അതുകൊണ്ട് ആ രാജഗുരുവിന്റെ ഭാവി പ്രവചനം അയാളുടേത് തന്നെ ഒടുക്കത്തെ വാക്കുകളാക്കി മാറ്റാൻ പോവുക. നിന്റെ കുഞ്ഞിനെ കുറിച്ച് പറയാൻ പോകുന്നില്ലേ? അതാണ് അയാളുടെ അവസാന വാക്ക്. അതിനുശേഷം അയാൾക്ക് ജീവനുണ്ടാവില്ല. അയാളുടെ മരണവും നിന്റെ കുഞ്ഞിന്റെ തലയിലാവും. പഞ്ചാംഗ പാരായണത്തോടെയാണ് ഞാൻ തുടങ്ങാൻ പോകുന്നത്. ഓരോ രാശിപ്രകാരം ഞാൻ പറയാം. പഞ്ചാംഗവും പാരായണമൊക്കെ എന്തിനാ ഗുരുക്കളെ? അതൊക്കെ ഇതിൽ നോക്കി അങ്ങ് വായിച്ചാ പോരെ? ഭാവി എന്താന്ന് മാത്രം പറ. എടാ, കുറെ നേരമായിട്ട് ഞാൻ ശ്രദ്ധിക്കാം. എന്താ നിന്റെ ആക്രാന്തം? എപ്പ എന്തു പറയണമെന്നുള്ളത് ഗുരുക്കൾക്കറിയാം. നിങ്ങൾ ആരും അതിന്റെ ഇടയിൽ കയറി സംസാരിക്കണ്ട. രാജഗുരുക്കളെ, അങ്ങ് തുടങ്ങിക്കോളൂ. മേടരാശിയുടെ ഫലങ്ങൾ. രാജഗുരുക്കളുടെ നാവിൽ നിന്നും ഭാവി പ്രവചനം വന്നാലല്ലേ പ്രശ്നം. അങ്ങനെയൊന്ന് പറയാൻ ഗുരുക്കൾക്ക് കഴിഞ്ഞില്ലെങ്കിലോ അതിനിവിടെ മറ്റെന്തെങ്കിലും സംഭവിക്കണം. എന്താ ചെയ്യാ? പഞ്ചാംഗം പാരായണം ചെയ്യുന്ന സമയത്ത് ദൈവസന്നിധിയിലെ ദീപം അണഞ്ഞ അത് അനർത്ഥമാണ്. ഭഗവാനെ, എന്റെ കൈകൊണ്ട് കത്തിച്ച വിളക്ക് ഞാൻ തന്നെ അണയ്ക്കേണ്ടി വരുന്നല്ലോ. എന്റെ കുഞ്ഞിനെ ഓർത്തെങ്കിലും ഇതിന്റെ പേരിൽ യാതൊരു അനർത്ഥങ്ങളും ഉണ്ടാവരുതേ.
എന്താടാ കൊല്ലാൻ പോവാണോ? എന്നാ കൊല്ലടാ. ജീവിക്കാൻ എനിക്ക് ആഗ്രഹമൊന്നുമില്ല. കൊല്ലാൻ തന്നെയാടി. നിന്നെ പോലുള്ള ക്ഷുദ്രജീവികൾ ജീവിച്ചിരുന്ന അത് പിറക്കാൻ പോകുന്ന എന്റെ കുഞ്ഞിന് തന്നെ ആപത്താ. ഈ ഒരു വിഷവിത്തായതുകൊണ്ട് നിന്നെ അങ്ങ് തീർക്കുക. ഛേ, ഒരു പെണ്ണിനോടാണോടാ നിന്റെ മത്സരം? നീ പെണ്ണാണെന്നോ? ആ വാക്ക് പറയാനുള്ള അർഹത പോലും നിനക്കില്ലടി. മരണത്തെ പേടിയില്ല അല്ലേ? അത് നിനക്ക്. അപ്പൊ നിനക്ക് മരണത്തെ പേടിയില്ലല്ലോ. അങ്ങനെയൊക്കെ പറയാൻ എല്ലാ അവളുമാർക്കും വലിയ ധൈര്യമാ. എനിക്ക് മരണത്തെ പേടിയില്ല, എന്തു വന്നാലും ഞാൻ അതിനെ നേരിടുമെന്നൊക്കെ. പക്ഷേ ഈ മരണം ഇങ്ങനെ കൺമുമ്പിൽ വന്ന് നിൽക്കുമ്പോ പിന്നെ കാര്യങ്ങൾ മാറി മറിയും. പിന്നെ മരണത്തെ ഭയക്കും. ഈ ജീവിച്ചിരിക്കാനുള്ള കൊതി എന്താണെന്നറിയാമോ? അതിപ്പോ ഞാൻ മനസ്സിലാക്കി തരാം. എന്റെ കുഞ്ഞിനെ കൊല്ലാൻ പലവട്ടം നോക്കിയതല്ലേ നീ? ഇപ്പൊ അതേ കാലം നിന്റെ നേരെ തിരിഞ്ഞിരിക്കുക. അനുഭവിക്ക്. ദേവ, എന്ത് ചെയ്യാൻ പോവാ? ദേവ, ദേവ, നീ എന്താ ചെയ്യാൻ പോന്നെ? ദേവ, ദേവ, വേണ്ട ദേവ, ദേവ വേണ്ട, വേണ്ട. ദേവ, 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 ദേവ. ഈ മരണം വല്ലാതെ ഭയപ്പെടുത്തും. അതിനു മുമ്പ് അവരെവിടെയാണെന്ന് വേഗം പറഞ്ഞു. നിനക്കിനി അധികം നേരമൊന്നുമില്ലാട്ടോ ചന്ദ്രിക. ഓടിപ്പോയ ഒരു 15 മിനിറ്റ്. അത് കഴിയുമ്പോ നിനക്ക് ശ്വാസം ഉണ്ടാവില്ല. ജീവിച്ചിരിക്കണമെന്ന് അല്പ ആഗ്രഹം ഉണ്ടെങ്കിൽ അവരെവിടെയാണെന്ന് വേഗം പറഞ്ഞു. ഒരുപാട് ആലോചിക്കാൻ സമയമില്ല എന്ന് ഓർക്കണം. നിനക്കായാലും എനിക്കായാലും. ഞാൻ പറയില്ല. മരിച്ചാലും സാരമില്ല. ഞാൻ പറയില്ല. അവിടെ രാജഗുരുക്കള് നിന്റെ കുഞ്ഞിനെ കൊല്ലാൻ പറയുന്നത് വരെ ഞാൻ പറയില്ല. കലശം? ഇതെപ്പോഴാ ഇവിടെ ഇങ്ങനൊരു കലശം വന്നേ? മോളെ വൈദേഹി, അതിർത്ത് ദൂരെ കളയും മോളെ. എനിക്ക് അകത്തേക്ക് വരണം മോളെ. ആ രാജഗുരുക്കളെ കൊണ്ടൊന്നും പറയിക്കാതെ എനിക്ക് തടയണം. അതിർത്ത് ദൂരേക്ക് എറിയും മോളെ. എന്നെ ഈ വീട്ടിലേക്ക് കയറാതെ തളച്ചിട്ടിരിക്കുന്നതാ. അതിർത്ത് കളയും മോളെ, കളയി. കളഞ്ഞേക്ക് മോളെ, കള. അതെടുത്ത് കള. അപ്പോ ഇത് അവരുടെ തന്നെ പണിയാണോ? ഈ പാതിരാത്രിക്ക് 3 പേരും കൂടി ഇവിടെ എന്ത് ചെയ്യാനാവോ? എനിക്കും എന്റെ കുഞ്ഞിനും എന്റെ ദേവേട്ടനും എന്തെങ്കിലും ആപത്ത് വരുത്താൻ വേണ്ടി വെച്ചതായിരിക്കും. ഇതിനി വല്ല കൂടോത്രമായിരിക്കോ? ഇനി ഇത് ഈ വീട്ടിൽ ഉണ്ടാവരുത്. അത് കളഞ്ഞേക്ക് മോളെ, പുറത്ത് കള, കളഞ്ഞേക്ക്. എനിക്ക് രണ്ടിലൊന്ന് അവരുടെ കാര്യത്തിൽ തീരുമാനിക്കേണ്ടതാ.
അങ്ങോട്ട് എറിഞ്ഞേക്ക് മോളെ, എറിഞ്ഞേക്ക്. ആ